ഡബ്ല്യു ഈക്വൽ ടു സെഡ് സ്ക്വയറിൻ്റെ പ്രോബ്ലംസാണ് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയോ ക്വസ്റ്റ്യൻ ഡിറ്റർമിൻ ദ റീജിയൻ ഓഫ് ദി ഡബ്ല്യു പ്ലെയിൻ ഇൻ ടു വിച്ച് ദി ട്രയാങ്കുലർ റീജിയൻ ബൗണ്ടഡ് ബൈ എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 1 ആൻഡ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈനാണ്. നിങ്ങൾക്കറിയാം എക്സ് ഈക്വൽ ടു 1 സ്ട്രേറ്റ് ലൈനാണ്, വൈ ഈക്വൽ ടു 1 ഇസ് എ സ്ട്രേറ്റ് ലൈൻ ആൻഡ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. എക്സിൻ്റെയും വൈൻ്റെയും ഡിഗ്രി 1 1 കുറവോ വരികയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി എ സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ഈസ് ഓൾസോ എ സ്ട്രൈറ്റ് ലൈൻ. 3 സ്ട്രൈറ്റ് ലൈൻ തമ്മിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? സ്ട്രൈറ്റ് ലൈനാണ് കിട്ടുക. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് വൈ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ അവിടെ വരുന്നത് 4 സ്ട്രൈറ്റ് ലൈനാണ്. എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2. അപ്പോൾ 4 സ്ട്രേറ്റ് ലൈൻ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതൊരു റെക്റ്റാങ്കിൾ ആയിരിക്കും. ഇവിടെ 3 സ്ട്രേറ്റ് ലൈൻസ് ജോയിൻ ചെയ്യുമ്പോൾ അതൊരു ട്രയാങ്കിളാണ്. അതിവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി അതിൻ്റെ മാപ്പിംഗ് ഡബ്ല്യു പ്ലെയിനിലെ മാപ്പിംഗ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡബ്ല്യു ഈക്വൽ ടു സെഡ് സ്ക്വയർ ആണ്. ഡബ്ല്യു ഈക്വൽ ടു സെഡ് സ്ക്വയർ ആണെങ്കിൽ യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് വി ഈക്വൽ ടു 2xy. അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണത്. നിങ്ങൾക്കറിയാം എന്താണ് 4 ട്രാൻസ്ഫോർമേഷൻ്റെ അത് ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്ത് നോക്കേണ്ട ആവശ്യം വരരുത്, ഡയറക്റ്റ് എടുത്ത് എഴുതാൻ പറ്റണം. അപ്പോൾ യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് വി ഈക്വൽ ടു 2xy. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രോബ്ലത്തിൽ എക്സ് ഈക്വൽ ടു 1 അതേപോലെ തന്നെ വൈ ഈക്വൽ ടു 1 ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഞാനിവിടെ ഒന്നും കൂടി പറയുന്നു എന്ന് മാത്രം. പുട്ട് എക്സ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പരാബോള ഈ വി സ്ക്വയർ ഈക്വൽ ടു -4 ഇൻറ്റു യു മൈനസ് 1. വി സ്ക്വയർ ഈക്വൽ ടു -4 ഇൻറ്റു യു മൈനസ് 1 കഴിഞ്ഞ പ്രോബ്ലത്തിൽ കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് പറയാത്തത്. വിച്ച് ഈസ് എ ലെഫ്റ്റ് ഹാൻഡഡ് പരാബോള ഹൂസ് വെർട്ടെക്സ് ഈസ് 1 0. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ വെർട്ടെക്സ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. വെർട്ടെക്സ് എന്ന് പറയുന്നത് ഇവിടെ 1, അതേപോലെ വി എന്നൊന്നും മൈനസ് ചെയ്യുന്നില്ല, 0, അതുകൊണ്ട് 1 0. ഇനി ലെഫ്റ്റ് ഹാൻഡഡ് ആവാനുള്ള കാരണം വിക്ക് സ്ക്വയറും റൈറ്റ് സൈഡിൽ മൈനസും ആണ് വരുന്നതെങ്കിൽ അത് ലെഫ്റ്റ് ഹാൻഡഡ് ആയിരിക്കും. വിക്ക് സ്ക്വയറും റൈറ്റ് സൈഡിൽ നെഗറ്റീവും വരികയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡഡ് ആയിരിക്കും. സിമിലർലി വിക്ക് സ്ക്വയറും റൈറ്റ് സൈഡിൽ പോസിറ്റീവും ആണെങ്കിൽ റൈറ്റ് ഹാൻഡഡ് ആയിരിക്കും. വി സ്ക്വയറും റൈറ്റ് സൈഡ് പോസിറ്റീവും ആണെങ്കിൽ റൈറ്റ് ഹാൻഡഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഇനി യുക്ക് സ്ക്വയറും പോസിറ്റീവും ആണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ. യു സ്ക്വയർ ആൻഡ് പോസിറ്റീവ് അപ്വേർഡ് ഡയറക്ഷൻ, യു സ്ക്വയർ ആൻഡ് നെഗറ്റീവ് ഈസ് ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോൾ പരാബോള 4 രീതിയിലുണ്ടാവുക നിങ്ങൾക്കറിയാം. റൈറ്റ് ഹാൻഡഡ് ഉണ്ടായിരിക്കാം, ലെഫ്റ്റ് ഹാൻഡഡ് ഉണ്ടായിരിക്കാം, അപ്വേർഡ് ഉണ്ടായിരിക്കാം, ഡൗൺവേർഡ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് അത് ക്ലാസിഫൈ ചെയ്യുന്നത്. ദെൻ അടുത്തത് നമുക്ക് അറിയേണ്ടത് വൈ ഈക്വൽ ടു 1. വൈ ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് വി സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു യു പ്ലസ് 1. വി സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു യു പ്ലസ് 1. അപ്പോൾ അവിടെ യു പ്ലസ് 1 നമുക്ക് എങ്ങനെ എഴുതണം? യു മൈനസ് -1. വെർട്ടെക്സ് ഈസ് -1 0. അപ്പോൾ വി സ്ക്വയർ ആണ്, പക്ഷെ പോസിറ്റീവ് ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡഡ് പരാബോള. അപ്പോൾ രണ്ടാമത്തേന് കിട്ടുന്നത് റൈറ്റ് ഹാൻഡഡ് പരാബോളയും ഫസ്റ്റ് തന്നെ കിട്ടുന്നത് ലെഫ്റ്റ് ഹാൻഡഡ് പരാബോളയാണ്. വെർട്ടെക്സ് എഴുതണം, കറക്റ്റായിട്ട് എഴുതണം. ദെൻ തേർഡ് വൺ, അത് മാത്രമാണ് ഈ പ്രോബ്ലത്തിൽ പുതിയതായിട്ട് വരുന്നുള്ളൂ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. വി ഹാവ് u equal to x square minus y square. a square minus b square is a plus b into a minus b. That is u equal to x plus y into x minus y and v equal to 2xy. v equal to 2xy. Given that x plus y equal to 1, അതുകൂടെ കൊടുക്കുമ്പോൾ u എന്ത് കിട്ടും? x minus y. x plus y 1 ആണ്. അപ്പോൾ u equal to x minus y and v equal to 2xy. അവിടെ y മിസ് അങ്ങനെയാണ്, y ഓൾറെഡി ഉണ്ട്. v equal to 2xy. പിന്നെ യുവും വിയും എലിമിനേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. യു എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ആണ് കിട്ടിയിരിക്കുന്നത് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ. അപ്പോൾ നമുക്ക് യു സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഇനി ഒരു ഐഡൻറ്റിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy ആണ്. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy. അപ്പോൾ അവിടെ ചെയ്യുന്ന സ്റ്റെപ്പുകൾ ഓർത്തിരിക്കണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്നുള്ളത് നമുക്ക് ഓൾറെഡി 1 കിട്ടുന്നുണ്ട്, ഓൾറെഡി തന്നിട്ടുള്ളതാണ്. അപ്പോൾ യു സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് 2 ഇൻറ്റു വി. വി എന്ന് പറയുന്നത് 2xy ആണ്, പക്ഷേ ഇവിടെ 4xy ആണ് വരുന്നത്, 2v എന്ന് വരും. യു സ്ക്വയർ ഈക്വൽ ടു
1 മൈനസ് 2v. 1 മൈനസ് 2v അല്ലേ നമുക്ക് വേണ്ടത്, നമുക്ക് v മൈനസ് എന്ന് പറഞ്ഞ ഫോമിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു സ്ക്വയർ ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു v മൈനസ് 1/2. യു സ്ക്വയർ ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു v മൈനസ് 1/2, വിച്ച് ഈസ് എ പരാബോള വിത്ത് വെർട്ടെക്സ് 1/2, 0. 1/2, 0 ആണ് വരുന്നത്. പക്ഷേ നമ്മുടെ ഇതെന്താ വരുന്നത്? യു സ്ക്വയർ ഈക്വൽ ടു നെഗറ്റീവ് അല്ലേ, ഡൗൺ വേർഡ് ആണ് വരുന്നത്. ഡൗൺ വേർഡ് പരാബോളയാണ് വരുന്നത്. ഓക്കെ, യു സ്ക്വയർ ഈക്വൽ ടു നെഗറ്റീവ് വരികയാണെങ്കിൽ ഡൗൺ വേർഡും, യു സ്ക്വയർ ഈക്വൽ ടു പോസിറ്റീവ് ആണെങ്കിൽ അപ്പ് വേർഡാണ് വരുന്നത്. അപ്പോൾ അവിടെ വരുന്നത് ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു തന്നെയാണ്, മൂന്നാമത്തെ വരുന്നതും പരാബോള തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്തതെന്നുള്ള സ്റ്റെപ്സ് ഒന്ന് ഓർത്തിരിക്കുക. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 തന്നെയാണ് ചോദിക്കുള്ളൂ, അല്ലാണ്ട് എക്സ് പ്ലസ് 2y അങ്ങനെയുള്ള ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. വളരെ കൂടുതൽ പ്രാവശ്യം ചോദിക്കുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 3 സ്ട്രെയിറ്റ് ലൈനാണ്. അതിൻ്റെ ഒരു ട്രയാങ്കിൾ റീജിയൻ മാറ്റി വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 പരാബോളകളാണ്. ഈ 3 പരാബോളകളിലും കൂടിയിട്ടുള്ള ഇൻറ്റീരിയർ റീജിയൻ ഒന്നും വരയ്ക്കാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കില്ല. നമുക്ക് ഡയറക്റ്റ് ഗ്രാഫിലുള്ള വിസിബിലിറ്റി ഉണ്ടായിരിക്കില്ല, ഒരു ഇൻ്റർസെക്ഷൻ കാണുന്നുണ്ടായിരിക്കില്ല. പക്ഷെ അത് നമുക്ക് പറഞ്ഞാൽ മതി, വേർഡ്സിൽ പറഞ്ഞാൽ മതി പരാബോളിക് റീച്ച് ചെയ്യാൻ വിത്ത് ഓരോന്നിൻ്റെയും വെർട്ടെക്സ് എന്താണെങ്കിൽ അതെടുത്ത് പറയാം. അല്ലെങ്കിൽ സെപ്പറേറ്റ് ഓരോ കേസായിട്ട് പറഞ്ഞാൽ മതി. അതിൻ്റെ ഇൻ്റർസെക്ഷൻ ഒന്നും പറയാൻ നിൽക്കണ്ട, ഇതേപോലെ തന്നെ പറഞ്ഞ് നിർത്തിയാൽ മതി. ഓക്കെ.